ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സന പർവീനാണ്. സന ബാക്കി എന്താ സനനെ പറ്റി തന്നെ പേഴ്സണലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഡോപ്പയിലെ ഷുവർ ഷോട്ട് ബാച്ചിലെ ഒരു കുട്ടിയായിരുന്നു. റിപ്പീറ്റർ ബാച്ചിൽ ഒരു കുട്ടിയായിരുന്നു. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. എക്സാംസ് ആണല്ലോ മെയിൻലി ഒരു സംഭവം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡോപ്പയിലൊക്കെ സ്ഥിരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അല്ലേ? സോ എന്താ പറയാ, നീറ്റ് 2022 പറ്റിയിട്ട് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്ന സാധനങ്ങൾ. അപ്പോൾ എന്താ സനയുടെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെ ഉണ്ടായിരുന്നു നീറ്റ് 2022? സംഭവം ഈസി തന്നെയായിരുന്നു, പക്ഷെ മൊത്തത്തിലൊരു കൺഫ്യൂസിങ് ആയിരുന്നു. അതാണ് സംഭവം ഉണ്ടായത്. സോ മൊത്തത്തിൽ എന്തായിരിക്കും കുട്ടികൾക്ക് ടഫാണ് എന്നൊക്കെ പറയാനുള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ടൈം പോയിട്ടുണ്ട്, അതാണ് മെയിൻലി. ബയോളജിയിൽ 1 hour എടുക്കേണ്ടി വന്നു. അത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, സാധാരണ ഒരു 45 minutes മാക്സിമം എടുത്ത് തീരാവുന്നത് 1 hour എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് എടുക്കേണ്ടി വരുമ്പോ ഉണ്ടാവുന്ന ടെൻഷന് സാധനങ്ങളൊക്കെ വന്നിട്ട് കുറെ പേർക്ക് അങ്ങനെ പോയിട്ടുണ്ട്. സോ എന്തായാലും സന നല്ല ഒരു മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഡെഫിനറ്റ്ലി നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും ഒരു മെഡിക്കൽ സീറ്റ് എന്തായാലും ഗവൺമെന്റ് കോട്ടയിൽ തന്നെ കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ എന്താ പറയാ, നമ്മൾ ഇനിയിപ്പോ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉള്ള വർഷങ്ങളിലേക്ക് നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ താല്പര്യമുള്ള കാര്യമാണ് ഒരു വർഷം നീറ്റ് ക്രാക്ക് ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടുന്ന ഒരാൾക്ക് അവരെങ്ങനെ പ്രിപ്പയർ ചെയ്തെന്നുള്ള കാര്യങ്ങൾ അറിയുക, അതുപോലെ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. സോ സന ഓൺലൈൻ ബാച്ച് അല്ലേ ചൂസ് ചെയ്തത്? എന്തായിരുന്നു ഫുൾ ത്രൂ ഔട്ട് ഓൺലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. ഈ ഓൺലൈൻ ബാച്ചിൽ റിപ്പീറ്റിംഗ് പോസിബിൾ ആണോ? നടക്കും? അതെ, ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. നടക്കും എന്തായാലും പറ്റും. ആ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾ അതിൽ ഡെഡിക്കേറ്റ് ആയി ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അതെന്തായാലും പോസിബിൾ ആണ്. നമ്മുടെ വിൽ പവർ തന്നെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടാവും അല്ലേ? സോ ഈ ഓൺലൈൻ ബാച്ചിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ പറഞ്ഞില്ലേ, എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ സാധനം ഫേസ് ചെയ്തിട്ടുള്ളത്? ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ ഫോൺ ഉണ്ടായിരുന്നു ഒന്ന്. അതിൽ പിന്നെ ടൈം നമ്മൾ കൊടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് നമ്മളത് ശരിയാക്കി വരും. ടൈം ഓരോന്നിലും കൊടുത്തിട്ട് കുറച്ച് സമയം കൊടുക്കാന്നുള്ള രൂപത്തിൽ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ അല്ലാതെ ശരിയാവില്ല. സോഷ്യൽ ഇല്ല, സോഷ്യൽ മീഡിയ ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു നോക്കുക, അല്ലാതെ തുറന്നു നോക്കുന്നില്ല. സ്വന്തം ഡിറ്റർമിനേഷൻ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കില്ല അല്ലേ? പിന്നെ യൂഷ്വലി പൊതുവെ പറയുന്ന മറ്റു ഡിസ്ട്രാക്ഷൻസ് ആണ് ലൈക്ക് ഇപ്പൊ എന്താ പറയാ, ഫംഗ്ഷൻസ് വരുന്നു, വീട്ടിൽ വിരുന്നുകാർ വരുന്നു, വീട്ടിൽ നടക്കുന്ന ഇവന്റ്സ്. അപ്പൊ അതിലൊക്കെ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് അതില് മാക്സിമം നമ്മൾ ഒഴിവാകാൻ തന്നെ ശ്രമിക്കുക. ഞാൻ ഡോറ് പൂട്ടിയിരിക്കുവായിരുന്നു, അതന്നെ ചെയ്തിരുന്നു. ഒന്നിനും പോവില്ല. വീട്ടില് അച്ഛനമ്മ ആൾക്കാരൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ എന്താ ചെയ്യാ? ഒന്ന് പോയി നോക്കി വരും. പിന്നെ നമ്മളെ വീട്ടിലുള്ള തന്നെയല്ലേ, അപ്പൊ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇതേപോലെ തന്നെ ഈ ഓൺലൈൻ ബാച്ചിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട് ഹോസ്റ്റലിൽ പോയാൽ കിട്ടില്ലായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും അഡ്വാൻറ്റേജ്? മാക്സിമം ടൈം സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇപ്പൊ നമ്മൾ അവിടെ പോയി വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് വന്ന് തിരിച്ചു വരുന്ന ആ ടൈമൊക്കെ നമുക്ക് ഇവിടെ സേവ് ആവുകയാണ്. അതവിടെ ഒഴിവായി. പിന്നെ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യാണ് അതവിടെ, അവിടെയും ടൈം സേവ് ആയില്ലേ? മാക്സിമം ടൈം സേവ് ആയിട്ട് ഒരുപാട് സമയം പഠിക്കാൻ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എത്ര മണിക്കൂറൊക്കെ ഒരു ദിവസമൊക്കെ ഒരു ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു? ആവറേജ് ലൈക്ക് ഒരു 14 hours അടുത്ത് എന്തായാലും കിട്ടും. തുടക്കം മുതലേ അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു? ഇല്ല, ചില ദിവസം നമുക്ക് ചിലപ്പോ തീരെ കിട്ടൂല. ചിലപ്പോ നമ്മള് അങ്ങനത്തെ ദിവസങ്ങളുണ്ടായിട്ടോ ഒന്നും പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ? ഇല്ല, അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് മാക്സിമം അതിൽ ഇൻഡു ആയിരിക്കണം. അല്ല, അങ്ങനെയല്ല ചോദിക്കുന്നത്. അപ്പൊ ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ ഇല്ല കാര്യങ്ങളോ സംഗതികളൊക്കെ ഒട്ടും പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മള് മിക്കവാറും ഞാൻ പാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ ഇന്നിപ്പോ ഞാൻ വിചാരിച്ചത് നടന്നില്ല, അപ്പൊ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് അത് മാറ്റി ടോപ്പിക്കുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ നോക്കാം. അപ്പൊ എന്താ പറയാ, ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും പലതരത്തിലുള്ള ഡൗട്ടുകൾ. നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എക്സാംസ് ആണ് മെയിൻ ആയിട്ട് റിപ്പീറ്റിംഗിൽ വരുന്നത്. നമ്മളെ എക്സാംസ് എത്ര പ്രാക്ടീസ് ചെയ്യണോ അത് നമുക്ക് അത്രയും യൂട്ടിലൈസ് ആവുള്ളൂ. അത്രയും യൂട്ടിലൈസ് ആവും, ഡെഫിനറ്റ്ലി ആവുന്നുണ്ടാവും. അപ്പോ ഏതെങ്കിലും എക്സാമുകൾ അങ്ങനെ പർട്ടിക്കുലർലി മിസ് ചെയ്തിട്ടുണ്ടോ റിപ്പീറ്റ് ചെയ്ത സമയത്ത്? ഇല്ല, ഞാൻ ഒറ്റൊന്നും മിസ്സാക്കിയിട്ടില്ല. ആകെ മിസ്സാക്കിയിരുന്നത് എക്സാമിന്റെ തലേന്നത്തതാണ്. നീറ്റിന്റെ തൊട്ട് തലേന്ന് വരെ അതുവരെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ എല്ലാ എക്സാമിനും പഠിച്ചിട്ടൊക്കെയാണോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്? ചിലപ്പോ കുറച്ചൊക്കെ പഠിക്കാത്തത് തന്നെ ആയിരിക്കും പോയിരിക്കുക, പക്ഷെ മാക്സിമം എക്സാം എഴുതിയിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിലും എക്സാം എഴുതലുണ്ട്. അപ്പോ ഡെഫിനറ്റ്ലി ഇപ്പോ പഠിക്കാതെ എഴുതുന്ന എക്സാമിനൊക്കെ മാർക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് അന്നത്തെ അതിനനുസരിച്ച് കിട്ടും, അല്ലാതെ പിന്നെ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ ലെവൽ എങ്ങനെ പോണത്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കാൻ കേട്ടോ, സാധാരണ കുട്ടികൾ ഇപ്പൊ നമ്മളോട് പറയുന്ന അറിയാം, ഞാൻ നല്ലോണം പഠിച്ചിട്ട് എഴുതിയ എക്സാം ആണ്, ശരിക്കും മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ടഫ് ആയിരിക്കും, ചിലപ്പോ ഈസി ആയിരിക്കും. അങ്ങനെ മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ഫീൽ ചെയ്യാറ്?
ആക്ച്വലി എങ്ങനെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കി കാണാറ്, ഫോക്കസ് ചെയ്യാറ്, എങ്ങനെയാണ് ചെയ്യുന്നത്? അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനിയും വരുമല്ലോ എക്സാംസ്, ഇതല്ലല്ലോ നീറ്റ് എക്സാം അങ്ങനെ സമാധാനത്തിൽ അടുത്തയിലേക്ക് പോകും. സങ്കടം വന്നിട്ടുണ്ടോ? സങ്കടം വരലുണ്ട്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ഉറപ്പാണല്ലോ, ഉറപ്പായിട്ട് അങ്ങനെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പഠിക്കുക, കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമൊന്നുമല്ല, ഈ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരു കൈൻഡ് ഓഫ് ബാഡ് എക്സ്പീരിയൻസ് അല്ലേ. ചിലപ്പോൾ അത് അങ്ങനെ തോന്നും, അതൊരു ഗുഡായിട്ട് എടുത്താലും പ്രശ്നമില്ല. അത് നേരിട്ട് തന്നെ മുന്നോട്ട് പോകണം, അതിനെ ഫേസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതിപ്പോൾ ഫേസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ബാക്കി കുട്ടികൾ പറഞ്ഞ പോലെ എക്സാം ഹാളിലെത്തി ക്വസ്റ്റ്യൻ ടഫായി പോയി, അപ്പോൾ അത് കാരണം മനസ്സിന് നിൽക്കാൻ പറ്റിയില്ല, ടെൻഷൻ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ടായി പോകും. അങ്ങനൊന്നും ആവാതെ നിൽക്കണമെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ആവണമെങ്കിൽ ഈ ഒരു സ്ഥാനത്തിന്റെ ഉള്ളിൽ കൂടി എന്തായാലും കടന്നു പോകേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം അല്ലേ. ശരി, അപ്പോൾ എക്സാംസിന് നോക്കാം. പിന്നെ വേറെ എന്തിനാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക? നിങ്ങൾ പഠിച്ചപ്പോൾ സമയത്ത് എക്സാംസ് എല്ലാ എക്സാംസും കൃത്യമായിട്ട് എഴുതി പോയിട്ടായിരുന്നു, പഠിച്ചിട്ടില്ലെങ്കിൽ എഴുതിയിട്ടായിരുന്നു. വേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വേറെ നോട്ട്സ് എഴുതി വെക്കലൊക്കെ, ഷോർട്ട് നോട്ട്സ് കൊടുക്കലൊക്കെ. അത് തുടക്കം മുതൽ എല്ലാ ചാപ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത് അതാകുമ്പോൾ ലാസ്റ്റിലേക്ക് ഭയങ്കര എല്ലാ ചാപ്റ്ററിനും ഷോർട്ട് നോട്ട്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, എല്ലാത്തിനും കുഴപ്പമില്ലാതെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ഷോർട്ട് നോട്ട്സ് ആണോ? ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് എങ്ങനെയാ നമ്മൾ സാധാരണ ഇപ്പൊ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അത് പേപ്പറിൽ എഴുതി വെക്കാണോ, ബുക്കിൽ എഴുതി വെക്കാണോ, എന്താ ചെയ്യേണ്ടത്? അതൊരു നോട്ട്ബുക്ക് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് പറയാമോ? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്? ഈ ഷോർട്ട് നോട്ട്സ് എഴുതി വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഫുള്ള് ഉണ്ടല്ലോ ചാപ്റ്ററിന്, പക്ഷെ ഞങ്ങള് അത് നോക്കുമ്പോ കുഴപ്പമില്ല, അത് ഇത്തിരി ഉണ്ടാവുള്ളത്. ആകെ ജസ്റ്റ് ഒരു, അതായത് ഇപ്പൊ ഇക്വേഷൻസ് എഴുതാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു ചെറിയൊരു ഇതാക്കിയിട്ട് എഴുതിയാൽ മതി. കുറച്ച് ഒരു സാധനത്തിൽ മാത്രമായിട്ട് നമ്മൾ എഴുതി പോവാന്നുള്ള രൂപത്തിലേക്കാക്കാം. അത് എഴുതി അങ്ങനെ വെക്കുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും ഉണ്ട്. അത് ഫൈനലി റിവിഷൻ സമയത്തേക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഒന്ന് ഇങ്ങനെ എക്സാംസ് എല്ലാം എഴുതുക, പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെന്താ, പിന്നെ നമ്മള് അതന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ തന്നെ റെഗുലർ ആയിട്ട് പഠിക്കേണ്ടതിന്റെ ഒരു ആവശ്യം കൂടി റെഗുലർ ആയിട്ട് പഠിക്കണം. അവിടെ ഒരു ബ്രേക്ക് വന്നാൽ ഒരു ബാക്കിയുള്ളവർക്ക് തന്നെ അറിയാൻ വേണ്ടി ചോദിക്കാം, എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രഗിൾസോ ബുദ്ധിമുട്ടുള്ള അസുഖം പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു? പനിയൊക്കെ എടുക്കുന്നുണ്ടാവാറുണ്ട്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പഠിത്തമൊക്കെ നമ്മൾ എന്താ ചെയ്യല് ആക്ച്വലി? അപ്പൊ കുഴപ്പമില്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പാച്ച് ചെയ്യാതെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പാച്ച് ചെയ്ത് പോകാന്നുള്ള രൂപത്തിൽ. അപ്പൊ തുടക്കത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ചെറിയൊരു ഡിഫിക്കൽറ്റിയോ ഡിസ്ട്രാക്ഷനോ വന്നു കഴിഞ്ഞാലും സാരില്ല എന്നുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാന്നല്ലേ. ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട് കുട്ടികൾ ഡോപ്പയിലാണെങ്കിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും കുറെ അധികം കുട്ടികൾ ഇപ്പൊ അഡ്മിഷനൊക്കെ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങാനിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് എന്താ പറഞ്ഞു കൊടുക്കുക, നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു ഉപദേശം പോലെ കൊടുക്കാനാണ്? മാക്സിമം ഡെഡിക്കേഷനിലൂടെ തന്നെ ഇരിക്കുക. കാരണം നമ്മളിത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇയർ വേസ്റ്റ് ആവുന്നില്ല ഒരിക്കലും നമ്മളിതിൽ ഇരുന്ന് വിചാരിച്ചിട്ട്. ഇതിലൊരു ഡെഡിക്കേഷൻ കൊടുത്താൽ നമുക്ക് അതുകൊണ്ട് പോകും, എന്തായാലും കിട്ടുന്നുണ്ടാവും ഉറപ്പായിട്ട്. ആർക്കായാലും അത് കിട്ടും എന്തായാലും. പിന്നെ ഈ പറയുന്ന ഒരു സാധനം, ഈ ഇടയ്ക്കിടയ്ക്ക് എക്സാമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് നടത്തുന്ന എക്സാമുകളിലൊക്കെ മാർക്ക് കുറയാ, റാങ്ക് കുറയാ, അതിനോടൊക്കെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയി കിടക്കുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള നീറ്റ് എക്സാം മാത്രമാണ്. അതിപ്പോ ഫസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടിയ കുട്ടിക്ക് ചിലപ്പോൾ ലാസ്റ്റ് നീറ്റിന് കുറവായിരിക്കും. പക്ഷെ അത് ഉണ്ട്. സോ സാനക്ക് ഇങ്ങനെ തുടക്കം മുതലേ നല്ല മാർക്കായിരുന്നു? അങ്ങനെയായിരുന്നു? ഇല്ല, പൊന്തി താഴ്ന്നൊക്കെ കളിച്ചിട്ടുണ്ട്, പല സമയത്ത് മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഇപ്പൊ ഫൈനലി വിചാരിച്ചത് അടുത്ത നീറ്റ് എക്സാമിന് പിടിക്കാന്നുള്ള രൂപത്തിൽ തന്നെ പോയിട്ടായിരുന്നു അല്ലെ. പിന്നെ ഒരു ലൈക്ക് എന്താ പറയുക, നീറ്റ് എക്സാമിലേക്ക് പോയ സമയത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് റൗണ്ട് റിവിഷൻ ചെയ്ത സമയത്തുള്ള ഒരു സ്ട്രാറ്റജീസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ? ലാസ്റ്റ് റൗണ്ടില് മെയിൻ ആയിട്ട് ബയോളജി നോക്കുന്നുണ്ടായിരുന്നു, NCERT നോക്കുന്നുണ്ടായിരുന്നു. NCERTക്ക് പുറത്തേക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ബയോളജി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഇക്വേഷൻസ് അതിലുള്ള തന്നെ ഉണ്ടാവുള്ളൂ. നമ്മള് സിലബസിലുള്ള മാത്രം കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സോ നമുക്ക് എന്താ പറയുക, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിക്കാം. സനക്ക് എന്തായാലും നല്ല മാർക്ക് ഉണ്ട്, നല്ല റാങ്ക് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഉഷാറായിട്ട് വരുന്ന ഇതാക്കാണ്. ഒരു ഫൈനലി ഒറ്റ ചോദ്യം, സപ്പോസ് ഇതിപ്പോ നിങ്ങൾക്ക് ഈ റിപ്പീറ്റ് ചെയ്തപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ +1 +2 കൂടെ ചെയ്യാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് ചിലപ്പോ തോന്നി സിമ്പിൾ ആണ് ആക്ച്വലി റിപ്പീറ്റിംഗ്. സിമ്പിൾ ആണ്, ആർക്കും ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു അനിയൻ ഇപ്പൊ സനക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ +1 പോയ ഒരു അനിയൻ ഉണ്ടെങ്കിൽ സനോട് ചോദിക്കണം, സനത്താത്ത ഞാനിങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതിയോ, അത് ഞാൻ ഇപ്പൊ തന്നെ പഠിക്കണമെന്ന് വെച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നല്ലത്. അതിന് ഒരുപാട് എഫേർട്സ് എടുക്കേണ്ടി വരുമോ? ഇല്ല, നമ്മൾ സ്കൂളിൽ പഠിക്കാതെ ശരിക്കും അത് ബെനിഫിറ്റ് ആണ് നമുക്ക് ആക്ച്വലി ബെനിഫിറ്റ് ആയിട്ട്.
സോ അങ്ങനത്തെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടീനോടൊക്കെ എന്താ പറയാനുള്ളത്? ആക്ച്വലി എങ്ങനെ പറയാ, അത് അവരോട് ഇപ്പൊ തന്നെ പഠിക്കണം എന്ന് പറയോ അതോ പിന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി? അല്ല, ഇപ്പൊ തന്നെ പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആണ് പോയിക്കോട്ടെ, അതാണ് നല്ലത്. അതാകുമ്പോ ഒരു ഇയർ സേവും ചെയ്യാം. ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്ത് വെറുതെ അതില് നിക്കാത്ത നല്ലത്. കാര്യങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ്. സോ താങ്ക് യു സന. അപ്പോൾ എന്താ പറയാ, നീറ്റ് റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ സനയുടെ വേറൊരു ഇന്റർവ്യൂ ഉണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ അന്നേരം നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു അടിപൊളി കോളേജിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്.